എത്തിനെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കണം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇവിടെ നേരം വെളുത്തുക്കണം കേട്ടോ. ഇവിടെയല്ല, എല്ലായിടത്തും നേരം വെളുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഞാൻ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നജിമോൾ പറഞ്ഞു എനിക്ക് മുരിങ്ങൻ്റെ കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഏതോ ഒരു കുട്ടി കൊണ്ടുവന്ന് കണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇലക്കറികളൊന്നും തിന്നൂല. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് വെട്ടിയിട്ടീനു, പക്ഷെ പിന്നെയും തേത്തുണ്ടായതാണ് കേട്ടോ. അപ്പോൾ നീ മറ്റേ ചെറിയ ഇല ഉണ്ടാവില്ലേ, തളിരില എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ തേത്തുണ്ടായ സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റിക്കരം. അപ്പോൾ എന്തായാലും ഞാൻ വാതിലൊക്കെ തുറന്ന് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഊരുണ്ടാക്കുന്ന പരിപാടിയാണ് ഞാൻ എടുത്തത്. മുരിങ്ങ പൊട്ടിക്കാൻ പോയപ്പോൾ ഞാൻ അരി ഇട്ടീനുണ്ട്. അപ്പോൾ അതെന്തായാലും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇറക്കി വെക്കട്ടെ. അപ്പോഴത്തേന് ഞാൻ മുരിങ്ങൊക്കെ അങ്ങോട്ട് ഊരി സെറ്റാക്കി വെച്ചിരിക്കണ്. അപ്പോൾ എനിക്ക് ഈ മുരിങ്ങൊക്കെ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്, എൻ്റെ അനിയനെ ഓർമ്മ വരുന്നത്. ഓന് പണ്ട് ഈ ഇലക്കറികളൊക്കെ കൊടുക്കുമ്പോൾ ഓൻ പറയും ഇലക്കറികളൊക്കെ നമ്മളെല്ലാം തിന്നുക, നമ്മളെ പശുക്കളും ആടാളൊക്കെ എല്ലാം തിന്നുക, എനിക്കെല്ലാം ഒന്നും വേണ്ടെന്ന് പറയും കേട്ടോ. അതേപോലെ തന്നെ എന്നിട്ട് അസിമോളും ഓൾക്കാണെന്നുണ്ടെങ്കിൽ ഇലവർഗ്ഗങ്ങൾ ഇങ്ങോട്ട് തൊട്ടുകൂടാ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് പൊട്ടത്തര കാട്ടണം, ഈ അരിപ്പ പാത്രത്തിൽ ഇട്ടുകാണ്ട് കേയ്യ വൃത്തിയാവുമെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനൊരു പാത്രത്തിൽ ഇട്ടുകാണ്ട് ഏകദേശം ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞെടുക്കുന്ന പരിപാടിയാണ്. അപ്പം അത് വേഗം വേഗം ഇങ്ങനെ ചെയ്യണുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യണമല്ലോ, വീഡിയോ എടുക്കും വേണം. ആകെപ്പാടെലമ്പേനി മുളകൊക്കെ ആകെ ഒറ്റ മുളക് മതി. ഇതന്നെ ഞാൻ കറിയിൽ നിന്ന് എടുത്തിടേണ്ടി വരും, കാരണം എരിവ് എടുത്ത് കൂടെ പോകാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നീളത്തിൽ പൊരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ആകൃതികളൊക്കെ മാറും. ചിലപ്പം വട്ടത്തിൽ എന്നറിയും, ചിലപ്പോൾ ചതുരത്തിൽ എന്നറിയും, ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണം എന്നൊക്കെ അറിയും. അപ്പോൾ ഇന്ന് എന്തായാലും എന്നോട് പറഞ്ഞിരിക്കുന്നത് നീളത്തിലാണ്. അപ്പോൾ എന്തായാലും നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിക്കട്ടെ. എന്തെങ്കിലും ഒരു ഉരുളക്കിഴങ്ങ് മതിയാവും, നമുക്കതന്നെ ധാരാളം. അതന്നെ തിന്നൂല, അതൊക്കെ ഭയങ്കര സീനാണ്. തീറ്റിൻ്റെ കാര്യത്തിൽ അസിമോള് 0 ആണ്. തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്ത് കാര്യം തിന്നു നോക്കൂല, എന്നിട്ട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ അതിക്ക് എന്തായാലും പുളിദോശ നിർബന്ധമാണ്. അപ്പോൾ അസിമോൾക്ക് കുളിക്കാൻ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കേട്ടോ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ തണുപ്പുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കും. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് ഇനി മുളകൊക്കെ ഇട്ട് വാട്ടിട്ട് ചെറുതായിട്ട് കരിഞ്ഞു വരുന്നൊരു സംശയം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ മുരിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഇതാക്കും. പിന്നെയാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് വേവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ജസ്റ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ, അത് മതി. പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക, എല്ലാവർക്കും അറിയണ പരിപാടി തന്നെയാണ്. അപ്പോൾ എനിക്കും അറിയണ പോലെ ഞാനും ഇതേപോലെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് അടച്ചൊക്കെയാണെന്നും പാടില്ല, അടച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പുളിദോശ ഓക്ക് ഇങ്ങനെ കുഞ്ഞപ്പായിക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കുഞ്ഞപ്പം ഇവിടെ റെഡിയാണ്, സെറ്റാണ്. അപ്പോൾ അസിമോളിൻ്റെ വീഡിയോ കാണുക കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ചായ കുടിച്ചോണ്ട് പിന്നെ അല്ലാ തരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വീഡിയോ ഡേ മൈ ലൈഫാണ് അല്ലേ? ഡേ മൈ ലൈഫാണ്. ഞങ്ങൾ കേട്ടോ യൂണിഫോം ആക്കുമ്പോ എല്ലാരും മറന്നുകൂടും. യൂണിഫോം എടുക്കണമെന്ന് വീഡിയോ ഇടണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ മുടി കെട്ടണം. സ്കൂൾക്ക് പോവാന് ഞാൻ മുടി കെട്ടാണ്. നാളെ ഏത് യൂണിഫോം അറിയില്ല. നാളെ റെഡ് കാണും. നാളെ ഒരു ഡേ മൈ ലൈഫ് ഉണ്ട് കേട്ടോ. നാളെ മൈ ലൈഫ് ഒന്നുമില്ല. ഇങ്ങടുക്ക് അപ്പം ഞങ്ങൾ മുടി കെട്ടാണ് മോളെ. അതെ
இந்த வீடியோ கலங்க கைஸ். അജ്മോൾക്കാണെന്നുണ്ടെങ്കിൽ കൺമെഷീനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൺമെഷീൻ കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ അടിയിലൊക്കെ ഇടുന്ന സംഭവമാണ്. പിന്നെ 2 വാലൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ പൗഡർ ഇട്ട് കൊടുക്കട്ടോ. ഈ പൗഡർ ഇട്ട് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത് പണ്ട് എൻ്റെ അമ്മ എനിക്ക് പൗഡറൊക്കെ ഇട്ടെന്ന ആ ഒരു ഓർമ്മയാണ് കേട്ടോ. നല്ല രസമാണ്. പണ്ടൊക്കെ ഇങ്ങനെ കുത്തൊക്കെ ഇട്ട് കണ്ടല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും പറ്റൂലല്ലോ. ഓൾക്കിങ്ങനെ മോഡൽ വേണമല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഓളെ ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നണം റെഡിയായി ഞാൻ പിന്നെ ഇങ്ങനെ നോക്കും കേട്ടോ. പിന്നെ ഞാനൊരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓളിൻ്റെ വീഡിയോ ഇങ്ങനെ കാണിച്ചു കണ്ട് എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ പഴയ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ എന്തായാലും ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ടിട്ടുണ്ട്. ഇതന്നെ തിന്നൂല, എന്നാലും നമ്മളൊരു സന്തോഷത്തിന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ഷൂ ഒന്ന് പോളിഷ് ചെയ്യണമെന്ന്. അപ്പോൾ ഷൂ പോളിഷ് ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു ശീലയിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ട്രൈ ചെയ്ത് നോക്കിട്ടോ, അടിപൊളിയായിട്ട് കിട്ടും. നല്ല പോളിഷ് ചെയ്ത ഫിനിഷിങ് കിട്ടിക്കണം എനിക്ക്. അപ്പോൾ ഞാൻ സ്നാക്സ് ആയിട്ട് അതേപോലെ ചെറിയ കുഞ്ഞനപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതും സാമ്പാറും ആണ് കേട്ടോ സ്നാക്സ്. അപ്പോൾ കിറ്റ് തുറന്നു. കിറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ് സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. തിന്നാ ഭാഗ്യം, അത്ര പറയാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളം ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, അത് വേറെ കാര്യം. പിന്നെ ഷോക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇരുത്തണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കാണ്ടാണ്. ഷോക്സ് ആണെങ്കിൽ ലൂസാണ് കേട്ടോ. അത് കിട്ടിയപ്പോൾ തന്നെ അങ്ങനെയാണ്. അവൾ വലിയ കുട്ടിയായതുകൊണ്ട് ഷോക്സ് ഒന്നും നോക്കിക്കൊണ്ട് കൊള്ളണില്ല. അപ്പോൾ പിന്നെ ടാഗ് ഇട്ട് കൊടുത്തു. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാ തിരക്കിൻ്റെ ഇടയിലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് രാവിലെ തീരെ ടൈം കിട്ടില്ല. എനിക്ക് നല്ല മിക്ക അമ്മമാർക്കും അങ്ങനെ തന്നെ ഇക്കാലം രാവിലെ ഭയങ്കര ബിസി ഇക്കാലം. പിന്നെ അവളെ കയ്യും മുഖമൊക്കെ തോർത്താൻ വേണ്ടിയിട്ട് ഒരു കർച്ചീഫ് നിർബന്ധമാണ്, ഞാൻ ഇന്നും കൊടുത്തുവിടലുണ്ട്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നീല യൂണിഫോമാണ്. പിന്നെ കുറച്ച് പെർഫ്യൂംസൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിക്കോട്ടെ പെണ്ണിനെന്ന് വിചാരിച്ച് അങ്ങനെ അയൽവാസിത്തെ കുട്ടി വന്നു കേട്ടോ. അപ്പോൾ ഓളെ കൊണ്ടുപോവുക. ഇതാണ് റീനു അടിപൊളി കേട്ടോ. മോളെ നോക്കാനൊക്കെ ഉഷാറാണ്. അപ്പോൾ റീനു ഇതാ അവളെ കൊണ്ടുപോവുകയാണ്. കിറ്റൊക്കെ പിടിച്ച് അവളെ കൊണ്ടുപോകണം. ഇപ്പോൾ ഞാൻ കൊണ്ടുവിടാൻ പോകലില്ല കേട്ടോ. അങ്ങനെ ഓൾ ടാറ്റൊക്കെ തന്ന് ഓൾ പോയി. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ്. ഓൾ പോയതിന് ശേഷം റാഹത്തായിട്ടാണ് ഞാൻ ഇരുന്ന് ചായ കുടിക്കല്. എല്ലാവരും അങ്ങനെ തന്നെ ഇക്കാലം. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. പിന്നെ എനിക്കൊരു പൂതി മറ്റേ മുളക് ചുട്ട ചമ്മന്തി ഉണ്ടാക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ അത് പണി പാളിപ്പോയി ഗൈസ്. മുളക് ആകെ കത്തിക്കരിഞ്ഞു. പക്ഷെ എന്നാലും ചമ്മന്തിക്ക് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് ഒരു അപകടം ഇല്ലാതായി. പിന്നെ ഈർക്കിളിയിൽ കുത്തിക്കാണ്ട് ചെറിയ ഉള്ളി ഇങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതേപോലെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ അങ്ങനെ ചമ്മന്തി പച്ചക്കരച്ച് ഉണ്ടാക്കുന്നല്ലാതെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈർക്കിളി മുറിഞ്ഞൊക്കെ ചെയ്തു അതിൻ്റെ ഇടക്ക്. പിന്നെ ഇതൊക്കെ പാടെ ഒരു പാത്രത്തിലിട്ട് കാണ്ട് പിന്നെ തേങ്ങ പുളി ഉപ്പ് ഇതൊക്കെ പാടാൻ അരച്ചെടുക്കട്ടെ. ഇങ്ങനെ തേങ്ങ പൂണ്ടെടുത്തേക്കേനു, അതുകൊണ്ട് തന്നെ അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചമ്മന്തി ഇവിടെ സെറ്റായിട്ടോ. ഞാൻ വിചാരിച്ച മാതിരി തന്നെ വിചാരിച്ച ടേസ്റ്റ് കിട്ടിക്കുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടോ, അതുകൊണ്ടാണെന്ന് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാത്രത്തിൽ ഇട്ട് ഞാൻ അടച്ചുവെച്ച് ഈ ചോറ് തിന്നുമ്പോൾ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചമ്മന്തി കൂന്തൽ റോസ്റ്റ് മുരിങ്ങൻ്റെ ഇലൊക്കെ കൂട്ടിക്കാണ്ട് ഞാൻ ഉച്ചയ്ക്ക് അടിച്ച് മിഞ്ഞാണ്. ഇന്ന് മിറാജ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മധുരം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് അട ഉണ്ടാക്കാമെന്ന്. അട ഉണ്ടാക്കി കഴിഞ്ഞാൽ അജിമോളും കഴിക്കും. അങ്ങനെ അട ഉണ്ടാക്കിയതിന് അതിൻ്റെ ഇടയ്ക്ക് അജിമോൾ വരാനായി. അപ്പോൾ ഓളൊറ്റയ്ക്ക് വരും കേട്ടോ. ഞാൻ അപ്പോൾ കൊണ്ടുവരാൻ പോലില്ല എന്ന് പറഞ്ഞില്ലേ. എത്തിനെ നാളെ നോമ്പാണെന്ന് ബസ്സിൽ ഏതൊരു കുട്ടി പറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ നാളെ നോമ്പ് വിളിക്കുന്നതാണ് നിൽക്കുകയാണ്. ഉമ്മ ശർക്കര ചോറ് കൊണ്ടുവന്നു, അത് കഴിച്ച്. പിന്നെ രാത്രി ദോശയായിരുന്നു. പിന്നെ കുറച്ച് വാട്ടർമെലോണും കഴിച്ച്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എത്ര ഉള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.